മക്കളെ അന്നേരം നമുക്ക് ഇന്നലെ ചെയ്തതിന്റെ കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താ പറഞ്ഞത്? ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് ഡയഗണൽസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വന്നപ്പോഴേ എന്ത് വന്നു മനസ്സിൽ? സർക്കിളിലെ 4 പോയിന്റിനെ ടച്ച് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് സർക്കിളൊക്കെ വരച്ച് സർക്കിളിന്റെ 4 പോയിന്റിലേക്ക് ടച്ച് ചെയ്യിപ്പിച്ച് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം. അപ്പോഴാണ് ഒരു കാര്യം അവർ പറയുന്നത് ഡയമീറ്റേഴ്സ് എന്താണ് ആണ് ഇതിന്റെ എന്ത് ഡയഗണൽസ് എന്തായിരുന്നു? ഡയമീറ്റേഴ്സ്. ഇഫ് ഡയഗണൽസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആർ ദ ഡയമീറ്റർ. നമുക്ക് തോന്നിയ പോലത്തെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരച്ചാൽ പോരാ, അതിന്റെ ഡയമീറ്ററുകൾ എന്ന് പറയുന്നതായിരിക്കണം അതിന്റെ എന്ത് ഡയഗണൽസ്. അപ്പൊ നമുക്ക് ആദ്യം ഡയഗണൽസിനെ സെറ്റ് ചെയ്യാം. ഇത് രണ്ടുമാണ് ഡയഗണൽസ് എന്ന് വെച്ചോ. ഓക്കെ, ഇത് ഡയഗണൽസ് ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇവരെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഫിഗർ ആണ് ഇത്. അവരുടെ ആവശ്യം എന്താണ്? ഇതെന്താണെന്ന് തെളിയിക്കണം. പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് എ റെക്ടാങ്കിൾ. നമ്മൾ വരച്ചത് വെച്ചിട്ട് റെക്ടാങ്കിൾ ആകണമെന്ന് നിർബന്ധമില്ല. എന്നാന്ന് വെച്ചാൽ നമ്മൾ യാതൊരു മെഷർമെന്റും ഇല്ലാതെ ചുമ്മാ വരച്ചതാ. ഇതിപ്പോ കറക്റ്റ് സെന്ററിലല്ലായിരുന്നു, അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ചരിവ് തോന്നുന്നത്. നിങ്ങൾ കോമ്പസിൽ വരയ്ക്കുമ്പോൾ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് വരും. പിക്ചറിലല്ല കാര്യം കേട്ടോ. ലോജിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത്. പിക്ചർ കാണുമ്പോൾ അയ്യോ ഇവിടെ ഇച്ചിരി കൂടുതലുണ്ടല്ലോ കുറവുണ്ടല്ലോ അതിലല്ല കാര്യം. അപ്പൊ ഞാൻ ഇതിന് പേര് കൊടുക്കാൻ പോവാ. നമ്മൾ ക്വാഡ്രിലാറ്ററലിന്റെ പേരാണ് ABCD. സെന്ററിനും പേര് കൊടുത്തേക്ക് O. അപ്പൊ നമുക്ക് തെളിയിക്കുന്നത് റെക്ടാങ്കിൾ ആണെന്ന്. റെക്ടാങ്കിൾ ആണ് തെളിയിക്കാൻ 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്ന് പ്രൂവ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ എന്താണ് ഓൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി. റെക്ടാങ്കിളിന്റെ ഡയമെൻഷൻ അതാണ്. ഒന്നുകിൽ 4 ആംഗിളുകളും 90 ഡിഗ്രി ആവുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആവുക. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സ് ഇവിടെ ലെങ്തുകൾ കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് ഒരു ഹിന്റ് ഇല്ല. അപ്പൊ പിന്നെ ആംഗിളിലേക്ക് പോകാം. എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, AC ഈസ് എ ഡയഗണൽ എന്നല്ല ഡയമീറ്റർ. AC എന്താണ്? ഡയമീറ്റർ. സോ AC-യിൽ നിന്നും വരയ്ക്കുന്ന ആംഗിൾ അല്ലേ ആംഗിൾ D. AC എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. Therefore angle D angle D is equal to എത്ര? 90 ഡിഗ്രി. റീസൺ എന്താ? ആംഗിൾ ഓൺ എ സെമി സർക്കിൾ. ആംഗിൾ ഓൺ എ സെമി സർക്കിൾ. ഒരു സെമി സർക്കിളിൽ ഉള്ളത്. സെമി സർക്കിളിലുള്ള ആംഗിൾ എത്രയാണെന്നാ പഠിച്ചേക്കുന്നത്? 90 ഡിഗ്രി. അതെങ്ങനെ മനസ്സിലാക്കുന്നത്? ഡയമീറ്ററിന്റെ 2 എൻഡിൽ നിന്നും ഓൺ ദ സർക്കിളിലേക്ക് വരയ്ക്കുന്ന എല്ലാ ആംഗിളുകളും 90 ഡിഗ്രിയാണ്. സിമിലർലി AC എന്ന് പറയുന്ന ഡയഗണലിന്റെ 2 എൻഡിൽ നിന്നും താഴേക്ക് വരച്ചിരിക്കുന്നതല്ലേ B. അപ്പൊ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ആംഗിൾ B is equal to 90 ഡിഗ്രി. എന്തുകൊണ്ടാ? AC എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ഡയമീറ്ററിന്റെ എൻഡിൽ നിന്നും ഓൺ ദ സർക്കിളിലേക്ക് വരയ്ക്കുന്ന ആംഗിളുകൾ 90 ഡിഗ്രിയാണ്. അങ്ങനെ ബിയും സിയും എന്താന്ന് തെളിഞ്ഞു? 90 ഡിഗ്രിയാന്ന് തെളിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത ആരെ പിടിക്കാം? BD യെ പിടിക്കാം. BD ഈസ് എ ഡയമീറ്റർ അല്ലേ? BD ഈസ് എ ഡയമീറ്റർ. BD എന്ന് പറയുന്നത് ഒരു ഡയമീറ്റർ ആണ്. സോ BD ഡയമീറ്റർ ആണ്. ഡയമീറ്ററിന്റെ 2 എൻഡിൽ നിന്നും ഓൺ ദ സർക്കിളിലേക്ക് വരയ്ക്കുന്ന ഒരു ആംഗിൾ ആണ് A. സിമിലർലി ആംഗിൾ സിയും അതേ സംഭവം തന്നെയാണ്. Therefore എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ആംഗിൾ A is equal to 90 ഡിഗ്രി ആൻഡ് ആംഗിൾ C is equal to 90 ഡിഗ്രി. റീസൺ എന്താണെന്ന് ചോദിച്ചത് ഇത് തന്നെ. നോക്കിക്കേ മക്കളെ, ക്വാഡ്രിലാറ്ററലിന്റെ 4 ആംഗിളുകൾ A, B, C, D. A 90 ആണ്, B 90 ആണ്, C 90 ആണ്, D 90 ആണ്. That is angle A is equal to angle B is equal to angle C is equal to
ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. എല്ലാം എന്താണ്? 90 ഡിഗ്രി ആണ്. ഓൾ ആംഗിൾസ് ആർ 90 വന്നാൽ രണ്ടാണ് പോസിബിലിറ്റി. ഒന്നുകിൽ റെക്ടാംഗിൾ എന്ന് പറയാം, അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയാം. ഇവിടെ സൈഡുകളെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണയും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore ABCD is a rectangle. ശരിക്കും സ്ക്വയറും എന്ത് തന്നെ? റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിളിന്റെ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ. റെക്ടാംഗിളിന്റെ കണ്ടീഷൻ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, all angles are 90 degree. ഇവിടെ എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വലിന് പകരം ഓൾ സൈഡ്സ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആകും. അതായത് റെക്ടാംഗിളിന്റെ ഒരു കുഞ്ഞി സ്പെഷ്യൽ കേസ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ABCD റെക്ടാംഗിൾ ആണെന്നായിരുന്നു. പ്രൂവ് ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. if the non-parallel side of a trapezium, ട്രപ്പീസിയത്തെ കുറിച്ചാണ് അല്ലേ? ട്രപ്പീസിയം എങ്ങനെ ആയിരിക്കുന്നതെന്ന് അറിയാവോ മക്കളെ? ചെറുതിൽ നമ്മളൊക്കെ കൂടുതൽ പേരും വീട് വരച്ച് കളിച്ചപ്പോ വീടിന്റെ റൂഫ് ഇങ്ങനെ വരച്ചേ. ഇതാണ് ട്രപ്പീസിയം. ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത എന്താ? രണ്ട് സൈഡുകൾ പാരലായിരിക്കും, രണ്ട് സൈഡുകൾ പാരലായിരിക്കില്ല. അല്ലേ? ഇപ്പൊ ഇതുമാണ് പാരലല്. നമുക്ക് ചുമ്മാ പേരൂടെ കൊടുത്തേക്കാം, എന്നിട്ട് വായിക്കാം. ABCD. എന്താ പറഞ്ഞ? ദ നോൺ പാരലൽ സൈഡ്സ് ഓഫ് എ ട്രപ്പീസിയം ആർ ഈക്വൽ. നോൺ പാരലൽ സൈഡ്സ് എന്ന് പറയുമ്പോ എന്താ? പാരലൽ അല്ലാത്തത്. AD is equal to BC. AD is equal to BC. റീസൺ എന്താ? ക്വസ്റ്റ്യനിൽ പറഞ്ഞതാ, ഗിവൺ. ഞാൻ ഈ ഡാഷുകൾ മായ്ക്കുക കേട്ടോ. ഞാൻ പാരലാണെന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് വരച്ചതേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വേണമെങ്കിൽ അത് ഈക്വൽ ആയതുകൊണ്ടാണ് എന്നുള്ള ലോജിക്ക് വന്നാലോ എന്ന് വിചാരിച്ചാൽ മായ്ക്കുന്ന കേട്ടോ. ഓക്കെ, ഇനി എന്താ അവർ പറഞ്ഞേക്കുന്നത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന്. അഥവാ സൈക്ലിക് മീൻസ് എന്താ? ഇങ്ങോട്ട് എഴുതുക. ഓപ്പോസിറ്റ് സൈഡ് ആംഗിൾസ് കൂട്ടിയാൽ 180 കിട്ടണം. അതായത് എ എടുക്കുവാണെങ്കിൽ എയുടെ കൂടെ ആര് വേണം? സി വേണം. ഓപ്പോസിറ്റ് സി ആ. A plus C is equal to 180. അതുപോലെ തന്നെ B plus D is equal to 180 എന്ന് തെളിയിക്കണ്ടേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് യാതൊരു ഹിന്റും ഇല്ല. അപ്പൊ ചെയ്യുന്ന പരിപാടി നമ്മൾ ഇവിടെ കൺസ്ട്രക്ഷൻ നടത്തും. എന്നാന്ന് വെച്ചാൽ നോക്കിക്കേ, ഇതും പാരലലാണ് അല്ലേ? അപ്പോ ഇതിന് പാരലായി ഒരു ലൈൻ വരയ്ക്കാം. എവിടുന്ന്? സിയിൽ നിന്നും. അപ്പൊ നമ്മൾ സിയിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കാൻ പോവാണ്. ആ പോയിന്റിനെ ഞാൻ P എന്ന് വിളിക്കുക. ഞാൻ ഇങ്ങനെ പറയാൻ പോവാ, AD is equal to CP and AD parallel to CP by construction. നമ്മള് വരച്ചു ചേർത്തു ഒരു CP. എങ്ങനത്തെയാണ് CPയുടെ പ്രത്യേകത? എന്താ? CP എന്ന് പറഞ്ഞാൽ ADക്ക് ഈക്വലുമാണ്, ADക്ക് പാരലലുമാണ്. Therefore APCD, മക്കളെ കണ്ടോ? APCD ചെയ്ത് അതൊരു എന്തായി മാറി? become a parallelogram. become a parallelogram അല്ലെ? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ വരുന്നതിന്റെ പേരാണ് പാരലിലോഗ്രാം. ഇനി നമുക്ക് വേണ്ടേ ഈ ആംഗിളിനെ ഞാൻ X എന്ന് വിളിക്കുകയാണെങ്കിൽ, if ആംഗിൾ, ഈ ആംഗിളിന്റെ പേരെന്താ? CPB. ആംഗിൾ CPB is equal to X, then എന്ത് പറയാം? ഇതെന്ന് പറയുന്നത് എത്രാന്ന് പറയാം? ആലോചിച്ച് നോക്ക്. ഇതെന്ന് പറയുന്നത് എത്ര? ഇത് X ആണെങ്കിൽ ഇത് 180 മൈനസ് X ആണ്. കാര്യം എന്താ? ലീനിയർ പെയർ. 180 മൈനസ് X. ക്ലിയർ ആയോ? ഇത് 180 മൈനസ് X ആണ്. അപ്പൊ then ആംഗിൾ ഇതിന്റെ പേര് മക്കളെ CPA.
ആംഗിൾ സി പി എ ഇസ് ഈക്വൽ ടു 180 മൈനസ് എക്സ്. റീസൺ എന്താ? ലീനിയർ പെയർ. അത്രയും മക്കൾക്ക് മനസ്സിലായോ? ഈ ആംഗിളിനെ എക്സ് എന്ന് വരച്ചു. അതുപോലെ തന്നെ അപ്പൊ ഇതിനെ എനിക്ക് എന്തെന്ന് വിളിക്കായിരുന്നു? ഇതിനെ എനിക്ക് 180 മൈനസ് എക്സ് എന്ന് വിളിക്കായിരുന്നു. ഓക്കെ. പാരലലോഗ്രാമിന്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. പാരലലോഗ്രാമിന്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞോടെ, APCD row is a parallelogram then നമുക്ക് എന്ത് പറയാം? ആംഗിൾ CPAയും CDAയും ഈക്വൽ അല്ലേ? ആംഗിൾ CPA is equal to ആംഗിൾ CDA is equal to 180 minus x. റീസൺ എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. മനസ്സിലായോ എന്താ ചെയ്തേ? ആദ്യം നമ്മൾ ഇവിടേക്ക് ഒരു വര വരച്ചു. അതിന്റെ പ്രത്യേകത ഈ ADക്ക് ഈക്വലും ആണ്, ADക്ക് പാരലലും ആണ്. ഈ ലൈൻ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്, എന്നാലേ നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാൻ പറ്റൂ. അത് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ വരച്ച വരയുടെ പ്രത്യേകത എന്താ? ഇതിനും ഈക്വൽ ആണ്, ഇതിന് പാരലാണ്. അപ്പൊ ഇതിനെ എക്സ് എന്ന് എടുത്താൽ ലീനിയർ പെയർ വെച്ച് ഇത് 180 മൈനസ് എക്സ്. ഇത് പാരലോഗ്രാം ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, അതുകൊണ്ട് ഇത് 180 മൈനസ് എക്സ്. നമ്മൾ ഈ വരച്ച CPക്ക് ഒരു പ്രത്യേകത കൂടുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് ഈ CP വേണ്ടേ, അവര് പറഞ്ഞല്ലോ AD is equal to BC ആണ്. AD is equal to BC ആണ് തന്നല്ലോ, ക്വസ്റ്റ്യനിൽ തന്നതാ. നമ്മളിപ്പോ വരച്ച CPയുടെ പ്രത്യേകത എന്തായിരുന്നു? CP ADക്ക് തുല്യമാണെന്ന്. അതുകൊണ്ട് AD എന്ന് പറയുന്നത് BCക്ക് തുല്യമാണ്, CP എന്ന് പറയുന്നത് ADക്ക് തുല്യമാണ്. അതുകൊണ്ട് CP എന്ന് പറയുന്നത് ആർക്കും തുല്യമാണ്? BCക്കും തുല്യമാണ്. നമുക്കപ്പൊ എന്തെഴുതി വെക്കാം? We know AD is equal to BC എന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് അറിയായിരുന്നു. AD is equal to CP എന്ന് ബൈ കൺസ്ട്രക്ഷൻ നമുക്കറിയായിരുന്നു. അതായത് ഇവര് 3 പേരും ഈക്വൽ അല്ലേ? അപ്പൊ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, അതായത് BC is equal to CP ആണ്. BCയും CPയും ഈക്വൽ ആണ്. എന്താണ്? BC is equal to CP. നമ്മുടെ ആവശ്യം എന്താ? ഈ ഡിയും ബിയും കൂടെ കൂട്ടിയ 180 കിട്ടുമെന്നതല്ലേ. മക്കളെ നോക്കിക്കേ, രണ്ട് സൈഡുകൾ ഈക്വൽ ആയ ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണെന്ത്? ഐസോസെലസ് എന്നല്ലേ? രണ്ട് സൈഡുകൾ ഈക്വൽ ആയ ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണ് ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പൊ മക്കൾ അവിടെ രണ്ട് സൈഡ് ഈക്വൽ ആയ ഒരാളെ കാണുന്നില്ലേ? That is triangle CPB is an isosceles triangle. Isosceles triangle. Isosceles triangle. That is, അതായത് എന്താണ്? ഈ ആംഗിളും ആംഗിൾ CPB is equal to ആംഗിൾ CPBയും CBPയും ഈക്വൽ ആണ്. CBP is equal to CPBയെ നമ്മൾ x എന്നാ വിളിച്ചത്. അപ്പൊ ഇത് എത്ര? x. അതായത് ഇത് വന്ന് x. അത്രയും മതി. നമ്മുടെ ആവശ്യം എന്തായിരുന്നു മക്കളെ? ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ എന്ത് കിട്ടണമെന്നാ? 180 കിട്ടണമെന്നല്ലേ? ഫ്രം ഫിഗർ അല്ലെ ഫ്രം അബവ് ഡേറ്റാസ്, മുകളിലുള്ള ഡേറ്റാസിനെ വെച്ച് നമുക്ക് എന്ത് പറയാം? We can write angle B plus angle D is equal to angle B എത്ര മക്കളെ? x plus angle D എത്ര? 180 minus x. മൈനസ് എക്സും പ്ലസ് എക്സും കൂടെ വെട്ടിപ്പോയി.
ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടിയില്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ എന്ത് കിട്ടി? 180 ഡിഗ്രി എന്ന് കിട്ടി. ഓൾസോ നമുക്ക് എന്തും അറിയാം, ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണല്ലേ. ADCB എന്ന് പറയുന്ന ട്രപ്പീസ് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലേ. അതായത് എല്ലാ സൈഡ്സും കൂടി ചേർത്താൽ എത്ര വരണം? 360. ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D ഈസ് ഈക്വൽ ടു 360 ആണ് നമുക്കറിയാം. വേണ്ടേ B പ്ലസ് D എന്ന് എഴുതുന്നതിന് പകരം 180 എഴുതിയാൽ മതി. അതായത് ആംഗിൾ A പ്ലസ് ആംഗിൾ C പ്ലസ് ബിയും ഡിയും എഴുതുന്നതിന് പകരം 180 ഇസ് ഈക്വൽ ടു 360 എന്ന് എഴുതാം. അതായത് ആംഗിൾ A പ്ലസ് ആംഗിൾ C ഇസ് ഈക്വൽ ടു 360 മൈനസ് 180 എത്ര? 180. കണ്ടോ മക്കളെ, ആംഗിൾ A പ്ലസ് C ഓപ്പോസിറ്റ് സൈഡ്സ് കൂട്ടിയപ്പോൾ 180 കിട്ടി, ആംഗിൾ B പ്ലസ് D കൂട്ടിയപ്പോഴും 180 കിട്ടി. Therefore, given trapezium is a cyclic quadrilateral. ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോ. ആദ്യമേ ഒരു ട്രപ്പീസിയത്തിന്റെ കാര്യം പറഞ്ഞു. അവർ പറഞ്ഞത് വെച്ച് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത് കൊണ്ട് ഇത്രേ പറഞ്ഞു, ADയും BCയും ഈക്വൽ ആണ്. നമ്മൾ എന്ത് ചെയ്തു? ഇത് ADക്ക് ഈക്വൽ ആയത്, ADക്ക് പാരലായി ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചു. ഇവിടെ പാരലോഗ്രാം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, ഇവിടെ ലീനിയർ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, ഇവിടെ ഐസോസെലസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ദെൻ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടി നോക്കി, 180 കിട്ടി. അപ്പോൾ അടുത്ത ഓപ്പോസിറ്റ് കൂട്ടാൻ അവരെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. അപ്പോഴാണ് ഓർക്കുന്നത് ക്വാഡ്രിലാറ്ററലിന്റെ സമ്മ 360 ആണ്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചു. ആ പ്രോപ്പർട്ടി അങ്ങോട്ട് അപ്ലൈ ചെയ്യും. എന്നിട്ട് ബിക്കും B പ്ലസ് ഡി എന്ന് എഴുതുന്നതിന് പകരം 180 എഴുതി കണ്ടുപിടിക്കും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. എന്താ പറഞ്ഞത്? 2 സർക്കിൾസ് intersect at 2 points B and C. കണ്ടോ, B എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഇവിടെ ഉണ്ട്, C എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സർക്കിൾ, ഈ വലിയ സർക്കിളും കുഞ്ഞു സർക്കിളും ബിയിലും സിയിലുമായിട്ട് ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലായി. പിന്നെന്താ പറഞ്ഞത്? ബിയിൽ കൂടെ 2 ലൈൻ സെഗ്മെന്റ് പോയിട്ടുണ്ട്. നോക്ക്, ഫിഗർ ഒന്ന് സൂം ചെയ്ത് തരുന്ന. ബിയിൽ കൂടെ രണ്ട് ലൈൻ സെഗ്മെന്റ് പോയിട്ടുണ്ട്. ഇതേണ്ടേ, ഒന്ന് വന്ന് ABD, രണ്ട് വന്ന് PBQ. അവർ ആവശ്യം എന്താ? ആംഗിൾ ACPയും QCDയും ഈക്വൽ ആണെന്ന് തെളിയിക്കുക. അതെ, ഇവിടെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ACP ഈ ആംഗിളും ഈക്വൽ ആണെന്ന് തെളിയിക്കാനാണ് ചോദ്യം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എവിടെ മക്കളെ ഉണ്ടായത്? ഈ ലൈൻ എയും ഇവിടെ ഇങ്ങോട്ട് വന്ന പിയും. AP എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്ന് അവിടെ ഞാനൊരു കോഡ് വരയ്ക്കുക. ഇല്ലേ? നോക്കൂ മക്കളെ, ഇവര് രണ്ടുപേരും ഈക്വൽ അല്ലേ? കാര്യം എന്താ? ഒരേ കോഡിന്റെ രണ്ട് എൻഡിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ആംഗിളുകൾ. എവിടെ? ഓൺ ദ സർക്കിൾ. നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ഏതാ? ഒരു സർക്കിള്, അതിലൊരു കോഡ്, ആ കോഡിന്റെ രണ്ട് തുമ്പത്ത് നിന്നും ഓരോ ലൈനുകൾ ഓൺ ദ സർക്കിളിലേക്ക് വരുന്നു. അവർ ഇന്റർസെക്ട് ചെയ്യുന്ന ആംഗിളുകൾ സെയിം ആയിരിക്കും, എപ്പോഴും സെയിം ആയിരിക്കും. ഒരേ സൈഡിലേക്ക് അഥവാ ഒരേ സെക്ടറിലേക്ക് വരുന്നത്. ആ ലോജിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്തപ്പോൾ എന്തെന്ന് വന്നു? നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ്? കൺസ്ട്രക്ട് ബൈ AP ഈസ് എ കോഡ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ തുടങ്ങാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ പറയുന്നു, ഫോർ കോഡ് AP
AP എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ട് അല്ലേ? AP എന്ന് പറയുന്ന ഒരു കോഡിൽ നിന്നുണ്ടാവുന്ന ആംഗിളുകൾ ഏതൊക്കെയാ? ഈ സിയും ഈ ബിയും. അതായത് ആംഗിൾ ACP is equal to ആംഗിൾ ABP is റീസൺ എന്താ? ആംഗിൾ ഇൻ ദ സെയിം സെക്ടർ. ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ്. ഇനി നമുക്ക് എന്ത് പറയാം മക്കളെ? ഈ ആംഗിളും ഈ ആംഗിൾ ഈക്വൽ ആന്ന് പറഞ്ഞൂടെ? കാര്യം എന്താ? ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ്. അതെ, PBQ ആൻഡ് ഇങ്ങനെ എഴുതാം, BD are two lines, രണ്ട് ലൈൻസ് ആണ്. ആ ലൈൻ്റെ പ്രത്യേകത എന്താ? ഇന്റർസെക്റ്റ് അറ്റ് ബി. എവിടെ വെച്ച് ഇന്റർസെക്ട് ചെയ്യുന്നു? ബിയിൽ വെച്ച് ഇന്റർസെക്ട് ചെയ്യുന്നു. Therefore, അതുകൊണ്ട് എന്ത്? ABP എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ ABP is equal to ആംഗിൾ എന്ത്? ഈ ആംഗിളിന്റെ പേരെന്താ മക്കളെ? DBQവും ഈക്വൽ ആണ്. റീസൺ എന്താ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അത്ര ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആവശ്യം എന്താണ്? ഈ ആംഗിളിനെ കുറിച്ച് ഈ ആംഗിളുമായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാം? ഇതെന്ന് വെച്ചാൽ എവിടെ എന്താ? BQ എന്ന് പറയുന്ന കോണിൽ നിന്നുണ്ടായ ആംഗിളാണ് ഇത്. അപ്പൊ നമുക്ക് BQ എന്ന് പറയുന്ന ആംഗിളിൽ നിന്നുണ്ടാകുന്ന കോണല്ലേ ഇതും? അതായത് ഇവര് തമ്മിൽ ഈക്വൽ അല്ലേ? ആണ്. ഞാൻ വേണ്ടേ ഇത് ഈക്വൽ ആംഗിളുകൾക്കൊക്കെ ഓരോ ഇക്വേഷൻ നമ്പർ കൊടുക്കാൻ പോവാം. ഇത് വന്ന് 1, ഇത് വന്ന് 2. അടുത്ത നമുക്ക് 4 കോഡ് DQ കൂടെ എഴുതിയേക്കാം. 4 കോഡ് DQ എന്ന് പറയുന്ന കോഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? DBQവും DCQവും ഈക്വൽ ആണ്. ആംഗിൾ DBQ is equal to ആംഗിൾ DCQ. റീസൺ എന്താണ്? ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇത്ര ഓക്കെ അല്ലേ മക്കളെ? എന്താ ചെയ്തത്? ആദ്യം നമ്മളിവിടെ AP എന്ന് പറയുന്ന കോഡ് വരച്ചു. AP എന്ന് പറയുന്ന കോഡിൽ നിന്ന് ഓൺ ദ സർക്കിൾ ആംഗിൾ ആണ് ഇത് EC. അപ്പോ AP എന്ന് പറയുന്ന കോഡിൽ നിന്നുള്ള രണ്ടാമത്തെ ആംഗിൾ ആണിത്. ഇവര് രണ്ടുപേരും ഈക്വൽ ആണ്. അതാണ് ഫസ്റ്റ് എഴുതിയത്. ഇനി C, അതായത് ഇവര് തമ്മിൽ ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് തെളിയിക്കുന്നത് എന്താ? ഇത് മൂന്നും ഇതും ഈക്വൽ ആണല്ലേ? ഇതും ഈക്വൽ ആണ്. ഇതും ഈക്വൽ ആണ്. അതായത് എഫക്റ്റീവ്ലി ഇതും ഈക്വൽ ആയി. ഇതും ഈക്വൽ ആണ്. എഫക്റ്റീവ്ലി ഇതും ഈക്വൽ ആയി. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? ഫ്രം 1, 2 and 3. ഫ്രം 1, 2 and 3 മൂന്നും എടുത്തിട്ട് നമുക്ക് എന്ത് പറയാം? 1ൽ എന്താ പറഞ്ഞത്? ആംഗിൾ ACP is equal to ആംഗിൾ ABP എന്നാണ് അവർ പറഞ്ഞത്. 2ൽ എന്താ പറഞ്ഞേ? ആംഗിൾ ABP എന്ന് പറഞ്ഞാൽ ആംഗിൾ DBQ ആണ്. അതായത് കിടക്കുന്ന ആംഗിൾ ABP. അതിന്റെ അപ്പുറം ഒരു ഈക്വൽ ടു ഇട്ടിട്ട് എനിക്ക് എന്ത് പറയാം? ആംഗിൾ DBQ. മൂന്നാമത്തെ ഇക്വേഷൻ അതേ കിടക്കുന്ന DBQന് ഈക്വൽ ആരാ? DCQ. ഇവിടെ തന്നെ എഴുതിക്കൂടെ? ആംഗിൾ DCQ. നമുക്ക് തെളിയിക്കേണ്ട എന്തായിരുന്നു എന്ന് നോക്കിക്കേ. ACP
QCD ഈക്വൽ ആണ്. ഇവിടെ ACP കിടക്കുന്ന ACP. QCD എന്ന് പറയുന്നത് DCQ എന്ന് പറയുന്നത് സെയിം അല്ലേ? ഫോർവേഡ് വായിച്ചാലും ബാക്ക്വേർഡ് വായിച്ചാലും ഇതേ കണ്ടോ ഈക്വൽ ആയി. ദാറ്റ് ഈസ് ആംഗിൾ ACP is equal to ആംഗിൾ DCQ. ക്ലിയർ ആയോ മക്കളെ? ഒന്നുകൂടി ഇരുന്ന് കാണുക. ഇപ്പൊ 2 തവണ പറഞ്ഞു തന്നില്ലേ? ആദ്യം ഒരു കോഡ്, അതിൽ നിന്നുള്ള ആംഗിളുകൾ ഈക്വൽ. എവിടേക്കുള്ളത്? അതെ, ശ്രദ്ധിച്ചോ? എപ്പോഴും ആംഗിൾ ഈക്വൽ എന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു കോഡ്, അതിൽ നിന്നും ഓൺ ദ സർക്കിളിലേക്ക് വരച്ചാൽ മാത്രമേ ഈക്വൽ ഉള്ളൂ. ഇതൊക്കെ ഈക്വലാ. അല്ലാതെ ഇതിൽ നിന്ന് വരച്ച ആംഗിൾ ആണ് ഇത്, അതുകൊണ്ട് ഇത് ഈക്വൽ ആണ് അങ്ങനെ പറയരുത്. ഓൺ ദ സർക്കിളിലേക്ക് വരച്ചാൽ മാത്രം ഈക്വൽ. ക്ലിയർ?